ഹൈ ഡേസ് ഹലോ ഇൻവെസ്റ്റേഴ്സ്, ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ന്യൂസ് കണ്ടിന്യൂ ചെയ്യുന്ന മുമ്പ് ഈ വരുന്ന ശനിയാഴ്ച കോഴിക്കോട് വെച്ചിട്ട് ആലിസ് ബ്ലൂ ഒരു ഫ്രീ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. പുതിയതായിട്ട് മാർക്കറ്റിലൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ ഒന്ന് ബോധവൽക്കരണം ചെയ്യുക എന്നുള്ളതാണ് അജണ്ട. ഞാൻ അവിടെ സ്പീക്കറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ബുക്ക് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റെല്ലാം തന്നെ സെൻസെക്സും നിഫ്റ്റി എല്ലാം തന്നെ ശക്തമായൊരു റാലി രേഖപ്പെടുത്തി. ഇന്ന് ബാങ്കിങ് സെക്ടറുകളിൽ ബാങ്കിങ് കമ്പനീസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും IT സ്റ്റോക്കുകൾ, ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള HCL ടെക് തുടങ്ങിയ കമ്പനീസിന്റെ ശക്തമായ റാലി കാരണം ഇന്ന് IT സെക്ടർ 9 മാസത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് IT സെക്ടർ കൈവരിച്ചു. സെൻസെക്സ് എല്ലാം തന്നെ വീണ്ടും 80,000 മറികടന്നു. നിഫ്റ്റിയും അതുപോലെ തന്നെ 7 മന്ത് ഹൈയിലാണ് ഇപ്പോൾ ഉള്ളത്. റിസൾട്ടിന് ശേഷം വാരിസ് എനർജിയിലെല്ലാം തന്നെ 15% ഒരു അപ്സൈഡ് പോയി. കൂടാതെ തന്നെ ഗോൾഡിന്റെ പ്രൈസ് ഇന്ന് സ്ലൈറ്റ്ലി ഒന്ന് ഫോൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തൂറ്റ് ഫിനാൻസ് പോലുള്ള കമ്പനീസ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇന്ന് ഓട്ടോമൊബൈൽ സെക്ടർ ടാറ്റ മോട്ടോഴ്സും മഹേന്ദ്രയും സോന BLW പോലുള്ള കമ്പനീസും ശക്തമായ റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ന് റാലിക്ക് ചുക്കാൻ പിടിച്ചത് IT ഓട്ടോ സെക്ടറാണ്. ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്. അപ്പൊ ഈ ഒരു ജെറോം പവലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല, അല്ലെങ്കിൽ മാറ്റാനുള്ള ഉദ്ദേശം തനിക്കില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് ട്രംപ് പുതിയതായിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പ്രസ്താവന ഗ്ലോബലി ഒരു പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ഇന്നലെ US മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ രാവിലെ ക്ലോസ് ആയ ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് നിഫ്റ്റിയിലും റിഫ്ലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു താരിഫ് വാറിൽ ഏറെക്കുറെ ട്രംപ് ഒരു അഴിഞ്ഞ മറ്റാണുള്ളത്. കാരണം US ചൈനയിൽ നിന്ന് ഏകദേശം 20% കമ്മോഡിറ്റീസ് എല്ലാം തന്നെ US ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 40% ഗ്ലോബൽ മാനുഫാക്ചറിങ് ലോകത്ത് നടത്തുന്നത് ചൈനയാണ്. ഇപ്പൊ ചൈനയുടെ ഏറ്റവും കൂടുതൽ ചൈന എക്സ്പോർട്ട് ചെയ്യുന്നത് US കൂടിയും US മാർക്കറ്റ് അവർക്ക് ഇല്ലെങ്കിൽ കൂടിയും അവർ ആഫ്രിക്കയിൽ വലിയ തോതിൽ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ശ്രീലങ്കയിൽ പോർട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അവർ പാകിസ്ഥാനിലൂടെ യൂറോപ്പിലേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം തന്നെ ചൈന ഇത് മുന്നിൽ കണ്ട് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം തന്നെ ചൈന ഓൾറെഡി ചെയ്തു വെച്ച് കഴിഞ്ഞു. കൂടാതെ തന്നെ US മെയ്ക്ക് ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ പദ്ധതി US ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ തോതിൽ ആശങ്കകളുണ്ട്. കാരണം US ഒരാളുടെ ശരാശരി ഒരു ഹവർലി വേജസ് എന്ന് പറയുന്നത് $70. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ട്രംപ് ഒന്ന് അഴിഞ്ഞു. ഈ ഒരു താരിഫ് വാറിൽ മേ ബി ചൈനക്കാണ് ഇപ്പോൾ ഒരു മുൻതൂക്കം. കൂടാതെ തന്നെ DeepSeek പോലെയുള്ള AI ചൈന ബഹുദൂരം മുന്നിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ മേ ബി ഈ ചൈനയുടെ ഒരു വലിയൊരു വളർച്ചയിൽ ഭീതി ഉണ്ടായിട്ടാവണം ചെയ്യുന്നതെന്നൊന്ന് ഒതുക്കാമെന്നുള്ള ഒരു ചിന്ത US ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൈനയെ ഒതുക്കുക എന്ന് പറയുന്നത് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ ചൈന മുന്നിൽ കണ്ട് എല്ലാ രാജ്യങ്ങളിലും ചൈനയുടെ പോർട്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാൻ വഴി റോഡ് എല്ലാം തന്നെ ചൈന ഓൾറെഡി സെറ്റാണ്. എനിവേ നമുക്ക് മറ്റുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ന്യൂസിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് സ്റ്റോക്കിന്റെ ഒരു റിവ്യൂ കണ്ടിട്ട് വരാം. ലോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ബെറ്റർ ഓപ്ഷനാണ്. സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് IPO എല്ലാം തന്നെ 0 ബ്രോക്കറേജ് ആണ്. കൂടാതെ തന്നെ ഇൻട്രാഡേ FNO MTF ട്രേഡ് ചെയ്യാൻ $5 മാത്രമാണ് പെർ ഓർഡറിനുള്ളത്. കൂടാതെ അക്കൗണ്ട് ഓപ്പണിംഗ്, അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ്, പ്ലെഡ്ജ് ചെയ്യാനുള്ള ഫീസ് എല്ലാം തന്നെ ഫ്രീ ആണ്. കൂടാതെ ഇൻഡസ്ട്രീസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർജിൻ ട്രേഡ് ഫെസിലിറ്റീസിൽ 6.99 ഇൻട്രസ്റ്റ് ആണ് പെർ ആനം വരുന്നുള്ളൂ. കൂടാതെ തന്നെ ഡിവിഡൻഡ് ട്രാക്കർ, പേഴ്സണലൈസ്ഡ് നോട്ടിഫിക്കേഷൻ, 0 കമ്മീഷൻ മ്യൂച്വൽ ഫണ്ട്, 39 പുതിയ ന്യൂ മ്യൂച്വൽ MTFും 16 പ്ലെഡ്ജബിൾ ETF ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. BSE FNO ലൈവ് ആണ്. സെൻസെക്സ് ബാങ്ക് എക്സലൊക്കെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ സ്റ്റോക്ക് സെല് ചെയ്യുമ്പോൾ 100% ഇൻസ്റ്റന്റ് ലിമിറ്റ് കിട്ടുന്നുണ്ട് ഹോൾഡിംഗ്സ് ഉള്ള സ്റ്റോക്കുകൾ. പവർഫുൾ API ടൂള് ഇവർക്കുണ്ട്. 30 ഓർഡർ പെർ സെക്കൻഡ് എന്ന രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ എക്സ്പയറി ഡേയ്സിനെല്ലാം തന്നെ മാർജിൻ റിക്വയർമെന്റ് എല്ലാം തന്നെ കൂടിയിട്ടുണ്ട് ഷോർട്ട് പൊസിഷന്. അപ്പോൾ ഇവരുടെ ETF മ്യൂച്വൽ ഫണ്ട് കോമ്പിനേഷനിലൂടെ ഇത് ട്രേഡിംഗ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആക്കാം. സ്റ്റോക്ക് ബാക്കപ്പ് ചെയ്യുന്നത് മിറ അസറ്റ് ആണ്. 19 ലക്ഷം യൂസേഴ്സ് നിലവിലുണ്ട്. 83 കോടി ട്രേഡ് ഓൾറെഡി തന്നെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും യൂസ് ചെയ്യുക.
ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന FTSE CSE 40 ഡാക്സ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 5% സ്പൈക്ക് ചെയ്ത് 16. ഡോ ഫ്യൂച്ചർ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോലെ 700 പോയിന്റ് അപ്പാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് ശക്തമായ റാലി. ഇന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാം നോക്കുകയാണെങ്കിൽ ഗോൾഡ് മാത്രം 51 പോയിന്റ് ഗോൾഡിൽ ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഐഷർ മോട്ടോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ഐഷർ മോട്ടോഴ്സ് ഹാർലി ഡേവിഡ്സൺ ഇന്ത്യൻ ഗവൺമെന്റ് അതിന്റെ താരിഫ് കുറച്ച് കൊണ്ടുവന്നേക്കാം എന്നുള്ള ന്യൂസ് കാരണം ഇതേ സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഐഷർ മോട്ടോഴ്സ് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. മറ്റുള്ള ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് കമ്പനീസ് എല്ലാം തന്നെ പ്രോഫിറ്റ് ആയിരുന്നിട്ട് ഓടിയും. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്. റോയൽ ഓർക്കിഡ് ഹോട്ടൽ കമ്പനി ഇവർ മഹാരാഷ്ട്രയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. ടിപ്സി മ്യൂസിക് കമ്പനി 25 കോടി രൂപയിൽ നിന്ന് 30 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ചോയ്സ് ഇന്റർനാഷണൽ കമ്പനി 39 കോടി രൂപയിൽ നിന്ന് 59 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ടാറ്റ കൺസ്യൂമർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 59% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. L&T മൈൻട്രി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1128 കോടി രൂപ കരസ്ഥമാക്കി. ഡിവിഡൻഡ് 45 രൂപ പ്രഖ്യാപിച്ചു. സിസിലോൺ കമ്പനി ഇവർ NTPC ആയിട്ട് 378 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള പുതിയൊരു ഓർഡർ ഇവർക്ക് വിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഹാവൽസ് കമ്പനി 2600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അടുത്ത 2 വർഷത്തിനുള്ളിൽ കമ്പനി സ്പെൻഡ് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. അതുൽ കമ്പനി ഇമാക്കി എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അതുലിനെ അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ക്യാപ്ലിൻ പോയിന്റ് കമ്പനി ഇവരുടെ പുതിയ മെഡിസിൻ യൂസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടിയതായിട്ടുള്ള ന്യൂസ്. ഓറബിൻഡോ ഫാർമ കമ്പനിയും ഇതേ സെയിം ന്യൂസ് ഡ്രഗിന് അംഗീകാരം കിട്ടി. മഹാരാഷ്ട്ര സ്കൂട്ടർ കമ്പനി റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ കമ്പനി 60 രൂപയൊക്കെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. PVP വെഞ്ചേഴ്സ് കമ്പനി ഇവരുടെ ഓങ്കോളജി കമ്പനിയായിട്ടുള്ള ഒപ്റ്റിമിസിൽ ഇവർ 56% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. NBCCക്ക് 65 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഒപ്റ്റിമിസ് ഇൻഫ്ര കമ്പനി ഇവർ ഡിഫൻസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് പുതിയ ഡ്രോൺ എല്ലാം തന്നെ ഇവർ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ എംസ്റ്റോക്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്യുക. താങ്ക് യു. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.